മകരവിളക്കിന് ഒരുങ്ങിയിരിക്കുകയാണ് ശബരിമല. തിരുവാഭരണ ഘോഷയാത്ര ഇന്ന് വൈകിട്ടോടെ സന്നിധാനത്തെത്തും. സർവാഭരണ വിഭൂഷിതനായി അയ്യന ദീപാരാധന നടക്കും. 1.5 ലക്ഷത്തോളം ഭക്തർ ദർശനത്തിനെത്തുമെന്നാണ് പ്രതീക്ഷ. 2:50 മകരസംക്രമ പൂജകൾക്ക് തുടക്കമാവുക. സന്നിധാനത്ത് നിന്നും മനോജ് ചേരുന്നുണ്ട്. മനോജ്, മകരവിളക്കിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായോ? എങ്ങനെയാണ് അവിടുത്തെ സജ്ജീകരണങ്ങൾ, ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരിക്കുന്നത്? ഒപ്പം ഈ തിരുവാഭരണ ഘോഷയാത്ര എപ്പോഴാകും സന്നിധാനത്തെത്തുക? അശ്വതി, വൈകിട്ടോടുകൂടിയാണ് തിരുവാഭരണ ഘോഷയാത്ര ഈ സന്നിധാനത്തേക്ക് എത്തുക. എന്തായാലും മകരവിളക്കിനായുള്ള എല്ലാ തരത്തിലുള്ള ക്രമീകരണങ്ങളും ഒരുക്കിയതായാണ് ദേവസ്വം ബോർഡ് അംഗങ്ങളും അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും ഒക്കെ വ്യക്തമാക്കുന്നത്. നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് സന്നിധാനം അങ്ങനെ പുഷ്പാലങ്കൃതമായി നിൽക്കുന്നതാണ്. ഇവിടേക്ക് ഒരുപാട് ഭക്തജനങ്ങൾ അങ്ങനെ എത്തുന്നുണ്ട്. അതായത് എല്ലാ ദിവസത്തെയും പോലെ തന്നെ അതിൽ ഇരട്ടിയായി കൊണ്ടിരിക്കുകയാണ് തിരക്ക് എന്നുള്ളതാണ്. നിരവധി ഭക്തർ ഇവിടെ കഴിഞ്ഞ ദിവസം എത്തി മകരവിളക്കിനായി അങ്ങനെ കാത്ത് നിൽക്കുന്നുണ്ട്. അങ്ങനെ പർണശാലകളിൽ ഭജനമിരുന്നവരങ്ങനെ മകരവിളക്ക് ദർശിക്കുവാൻ വേണ്ടിയിട്ടാണ് ഓരോരുത്തരും ഇപ്പോൾ ഈ സന്നിധാനത്തും പരിസരത്തുമൊക്കെ ആയി അങ്ങനെ കാത്തു നിൽക്കുന്നത്. എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇന്ന് ഉച്ചയോടുകൂടി ഈ അടയ്ക്കുന്ന നട 2:30 തുറക്കും. അതായത് 2:45 തുറന്ന ശേഷം പിന്നീട് 3 മണിയോടുകൂടിയാണ് ഈ മകര സംക്രമ പൂജകൾക്ക് തുടക്കമാകുക. അതിൻ്റേതായിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കി കഴിഞ്ഞു. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഓരോ അയ്യപ്പ ഭക്തരും അങ്ങനെ ഭക്തിയോടെ തൊഴുകൈകളോടെ അയ്യൻ്റെ സന്നിധാനത്തേക്ക്, അയ്യൻ്റെ ശ്രീകോവിലിനരികിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി കുറച്ച് സമയം കഴിയുമ്പോഴേക്കും ഈ സന്നിധാനത്തിൻ്റെ അന്തരീക്ഷം തന്നെ അങ്ങ് മാറാൻ പോവുകയാണ്. കാരണം മകരവിളക്കാണ്. നമുക്ക് അറിയാം, എല്ലാ കാലവും ഈ മകരവിളക്ക് ദിവസം ഇവിടെ സന്നിധാനത്തുണ്ടാകുന്ന ആ ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത് ഭക്തരെ സംബന്ധിച്ചിടത്തോളം അവരേറെക്കാലം കാത്തിരുന്ന, അതായത് 1 വർഷക്കാലം വ്രതമെടുത്ത് അയ്യൻ്റെ സന്നിധിയിലെത്തി ദർശനം പൂർത്തിയാക്കി ആ മകരവിളക്ക്, ആ മകരജ്യോതി ദർശിക്കുവാനുള്ള ആ ഒരു ഭാഗ്യം ഓരോ അയ്യപ്പ ഭക്തർക്കും ലഭിക്കുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ തരത്തിലൊരു ആത്മസംതൃപ്തി നൽകുന്നതാണ്. അവരുടെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ഓരോ മോക്ഷപ്രാപ്തിക്ക് വേണ്ടി, അതായത് ഓരോ തവണയുമുള്ള ശബരിമല ദർശനം, അതിൽ മകരവിളക്ക് ദർശനം എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. എന്തായാലും ആ ദിവസം ഇന്ന് എത്തിയിരിക്കുകയാണ്. അതിനുവേണ്ടി ഇവിടെ എത്തിയിട്ടുള്ള ഓരോ ഭക്തരും അങ്ങനെ തന്നെ മന്ത്രങ്ങൾ മുഴക്കി 1 വർഷത്തെ കാത്തിരിപ്പാണ് ആ മകരജ്യോതി, പൊന്നമ്പലമേട്ടിലെ മകരജ്യോതി തെളിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഓരോ ഭക്തരും. എന്തായാലും ശബരിമലയിൽ എല്ലാ ഒരുക്കങ്ങളും പൂർണ്ണമായി എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി മനോജ് നൽകുന്ന വിവരം.